Hi guys, welcome again. Myself Joby. Today we are going to discuss continuation of the chapter light which we have taken last day. All of you are ready for the class? Then welcome to our channel Egalavya Academy. ഇന്ന് നമ്മൾ പഠിക്കുന്നതിൽ സ്പെരിക്കൽ മിറേഴ്സ് രണ്ടുതരം മിറേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. അതുപോലെ തന്നെ ടേംസ് റിലേറ്റഡ് ടു സ്പെരിക്കൽ മിറേഴ്സ്. സ്പെരിക്കൽ മിറേഴ്സിൽ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ദെൻ റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാംസ്. റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂൾസ് എന്തൊക്കെയാണ്? അതായത് റേ ഡയഗ്രാം എന്ന് പറയുന്നത് ഓരോ ഡിഫറെന്റ് പൊസിഷനിൽ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് രണ്ടുതരം മിറേഴ്സ് ആണുള്ളത്, കോൺകേവും കോൺവെക്സും. ഇതിൽ ഡിഫറെന്റ് പൊസിഷനിൽ വെച്ചാൽ എവിടെ ഇമേജ് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിലൂടെ? റേ ഡയഗ്രത്തിലൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കുന്നത്. ദെൻ ഓൺ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി ഹൗ ടു ഡ്രോ ദ റേ ഡയഗ്രാംസ്. റേ ഡയഗ്രാംസ് എങ്ങനെ വരയ്ക്കും ഫോർ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ, ഡിഫറെന്റ് മിറേഴ്സിനുള്ളത് പഠിക്കുന്നതാണ്. The first one is spherical mirrors. What are spherical mirrors? എന്താണ് spherical mirrors എന്ന് പറഞ്ഞാൽ? Spherical mirrors are the mirrors which is taken apart from a sphere. ഒരു സ്പിയറിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മിറേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെരിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫുട്ബോൾ എടുക്കുവാണെങ്കിൽ ആ ഫുട്ബോളിനെ നമ്മളൊരു 1/4 കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ പോർഷൻ ലൈക്ക് ദിസ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പോർഷനെ നമ്മൾ ഏത് പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷൈനിങ് ആക്കുന്നു, അല്ലെങ്കിൽ ഏത് പാർട്ട് റഫ് ആക്കുന്നു ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്പെരിക്കൽ മിറേഴ്സ് വരുന്നത്. അങ്ങനെയുള്ള പോർഷൻസിൽ നിന്ന് മേക്ക് ചെയ്യുന്ന മിറേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെരിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് തരം സ്പെരിക്കൽ മിറേഴ്സ് ഉള്ളത്. ഒന്ന് കോൺവെക്സും കോൺവെക്സ് മിറർ ആൻഡ് ദെൻ കോൺകേവ് മിറർ. രണ്ട് തരം മിറേഴ്സ് ആണ് നമുക്കുള്ളത്. എന്തൊക്കെയാണത്? കോൺകേവും കോൺവെക്സ് മിറേഴ്സും. ദെൻ എന്താണ് കോൺകേവ് മിറർ? ഇഫ് ദ ഇന്നർ കർവ്ഡ് പോർഷൻ ഈസ് റിഫ്ലക്റ്റിംഗ്, അതായത് ഇന്നർ കർവ്ഡ് പോർഷൻ ഷൈനിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും ആൻഡ് ബാക്ക് എൻഡ് റഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഇന്നർ കർവ്ഡ് പോർഷൻ ഈസ് റിഫ്ലക്റ്റിംഗ് ദെൻ സച്ച് മിറേഴ്സ് ആർ നോൺ ആസ് കോൺകേവ് മിറേഴ്സ്. ആൻഡ് ഇഫ് ദ ഔട്ടർ ബൾജ് പോർഷൻ, അതായത് നമ്മുടെ ബാക്ക് എൻഡ്, ഈ ബാക്ക് എൻഡ് എന്ത് ചെയ്യുവാണ്? ദ ബാക്ക് എൻഡ്, അതായത് ദ ഔട്ടർ ബൾജ് പോർഷൻ ഈസ് റിഫ്ലക്റ്റിംഗ്. ഇഫ് ദ ഔട്ടർ ബൾജ് പോർഷൻ ഈസ് റിഫ്ലക്റ്റിംഗ്, കണ്ടോ, ഈ ബൾജ് പോർഷൻ റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ such mirrors are known as what are they? Convex mirrors. Clear ആണോ പറഞ്ഞത്? അപ്പം if the inner curved portion is reflecting ആണെങ്കിൽ concave mirror. And if the outer bulge portion is reflecting ആണെങ്കിൽ such a mirror is known as a convex mirror. ഇതിന്റെ ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. ടേംസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. സോ നമ്മൾ പറഞ്ഞിരുന്നു ടേംസ്, പിന്നെ നമുക്ക് റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാംസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ടേംസ് എന്തൊക്കെയാണ് നമുക്ക് ടേംസ് വരുന്നത്? ഫസ്റ്റ് വൺ, pole represented by the letter P വെച്ച് represent ചെയ്യും. And the second one, center of curvature. Then third one, radius of curvature. Center of curvature is represented by C and radius of curvature is represented by R. And the fourth one is principal axis. Is it okay? Then fifth one is principal focus, represented by capital letter F. And the sixth one is focal length. അപ്പോൾ നമ്മൾ സെക്കൻഡ് പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത് ടേംസ് റിലേറ്റഡ് ടു മിറേഴ്സ്. മിറേഴ്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന സ്പെരിക്കൽ മിറേഴ്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ്. അതിൽ നോക്കിയാൽ നമുക്ക് 6 ടേംസ് ആണ് ജനറലി പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? പോൾ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ P. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെന്റർ ഓഫ് കർവേച്ചർ റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ C. And then radius of curvature represented by capital R. Then principal axis, principal focus represented by capital letter F. And focal length which is represented by small letter f. ഇത്രയും ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് മിറേഴ്സ് ആയിക്കോട്ടെ രണ്ടിനും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒരു മിററിനെ ബേസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു, അത് തന്നെയായിരിക്കും മറ്റേ മിററിനും വരുന്നത്. ഇതിലൊരു കാര്യം മാത്രം ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഏതാണത്? പ്രിൻസിപ്പൽ ഫോക്കസ് മാത്രം ഡിഫറെന്റ് ആയിട്ട് വരും. അത് നമുക്ക് ഡിഫൈൻ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഒരു ഇതിൽ വരുന്നത്, ഒരു മിററിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. നോക്കിക്കോളൂ, ഞാനൊരു കോൺകേവ് മിററാണ് എടുക്കുന്നത്. ഈ കോൺകേവ് മിററിൽ പോൾ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ഈസ് പോൾ.
പോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ജിയോമെട്രിക് സെന്റർ ഓഫ് ദ മിറർ. മിററിന്റെ ജിയോമെട്രിക് സെന്റർ, നമ്മൾ എന്ത് തരം സ്ട്രക്ചർ എടുത്തിട്ടുണ്ടെങ്കിലും ആ സ്ട്രക്ചറിനൊക്കെ എന്തുണ്ടാവും, ഒരു ജിയോമെട്രിക് സെന്റർ ഉണ്ടാവും. അതേപോലെ അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് മിററിന്റെ ജിയോമെട്രിക് സെന്റർ എന്ന് പറയുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, പോൾ എന്ന് വിളിക്കുന്നത്. സോ പോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ ജിയോമെട്രിക് സെന്റർ ഓഫ് ദ മിറർ. അത് എവിടെയായിട്ട് വരും, മിററിന്റെ സെന്റർ. ഓക്കെ, സോ ദിസ് ഇസ് പോൾ. ഓക്കെ, ഇതാണ് പോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മാർക്ക് ചെയ്തത്? ഓക്കെ, ദിസ് ഇസ് പോൾ. Okay, and the second one is center of curvature. Center of curvature represent ചെയ്യുന്നത് C വെച്ചാണ്. And what do you mean by center of curvature? Center of curvature is defined as the center of the sphere from which the mirror is taken apart. നമ്മൾ പറഞ്ഞിരുന്നു ഈ മിറർ എന്തിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിരുന്നു, ഒരു സ്പിയറിന്റെ പാർട്ടിൽ നിന്ന് എടുത്തതാണ്. ആ സ്പിയറിന്റെ സെന്റർ എന്താണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ നോക്കി, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കി, നമുക്ക് ഇവിടെ ഒരു സർക്കിൾ കിട്ടി. അതായത് സ്പിയർ ഇവിടെ കൊണ്ട് വെച്ചിട്ട് 2 ഡയമെൻഷനിൽ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സർക്കിൾ ആയിരിക്കും. എനിവേ, ഇത് ഒരു സർക്കുലർ പാത്ത് ആണെങ്കിൽ ഈ സർക്കിളിന്റെ സെന്റർ അഥവാ ഈ സ്പിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ക്ലിയർ? Okay, then radius of curvature. Radius of curvature is represented by the letter capital letter R. And what do you mean by radius of curvature? It is a radius of the sphere. Okay, it is a radius of the sphere from which the mirror is taken apart. Okay, it is a radius of that sphere from which the mirror is taken apart. Okay, അല്ലെങ്കിൽ മറ്റൊരു രീതി നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? It is the distance from center of curvature to the pole. Center of curvature മുതൽ pole വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, radius of curvature എന്ന് പറയാം. Okay, easy അല്ലേ? Okay, then next is principal axis. Principal axis എന്ന് പറഞ്ഞാൽ it is an imaginary line which is drawn through center of curvature and pole. Okay, center of curvatureലൂടെയും പോളിലൂടെയും പോകുന്ന ഒരു ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. Okay, so ഇവിടെ നമ്മൾ വരയ്ക്കുന്ന this line is known as the principal axis. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ദെൻ ഫോക്കൽ ലെങ്ത് ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ്ലി, അതായത് കോൺവെക്സിന്റെയും കോൺകേവിന്റെയും സെപ്പറേറ്റ്ലി ഡിഫൈൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് സെപ്പറേറ്റ്ലി ഡിഫൈൻ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മേ ബി ഡിഫൈൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് ചോദിക്കാം, കോൺകേവ് മിറർ എന്ന് ചോദിക്കാം, കോൺവെക്സ് മിറർ എന്ന് ചോദിക്കാം. സോ ഏത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കണം ഇതിന്റെ എന്താണ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്പെറിക്കൽ മിറേഴ്സ്, അതായത് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പം നമ്മൾ ഓൾറെഡി കോൺകേവ് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കോൺകേവിന്റെ പറയാം, അതിനുശേഷം നമുക്ക് അത് മാറ്റി വരച്ചിട്ട് കോൺവെക്സിന്റെ പറയാം. ഓക്കെ, സോ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ഡിഫൈൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബീം ഓഫ് പാരലൽ റേസ് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഇത് മിറർ നമുക്ക് ഇവിടെ വരെ മതി. ഓക്കെ, സോ ഈ മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് എ ബീം ഓഫ് പാരലൽ റേസ്, എ ബീം ഓഫ് പാരലൽ റേസ് പാരലൽ ടു എന്താണിത്, പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. എ ബീം ഓഫ് പാരലൽ റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും, കൺവേർജസ് ആൻഡ് മീറ്റ് അറ്റ് എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിലെ ഒരു ഫിക്സഡ് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അതായത് ഒരു ബീം ഓഫ് പാരലൽ റേസ് വരുവാണെങ്കിൽ അത് എന്തിന് പാരലൽ ആയിരിക്കണം, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണെങ്കിൽ അവര് മിററിൽ വന്ന് ഫോളോ ചെയ്തതിന്, കോൺകേവ് മിററിൽ വന്ന് ഫോളോ ചെയ്തതിനു ശേഷം റിഫ്ലക്ട് ചെയ്ത് എവിടേക്ക് കൺവേർജ് ചെയ്യും, പ്രിൻസിപ്പൽ ആക്സിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന ഏത് പോയിന്റ് ആണോ ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ എ ബീം ഓഫ് പാരലൽ റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജസ് ആൻഡ് മീറ്റ് അറ്റ് എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, കൺവേർജ് ചെയ്ത് അവരെല്ലാവരും കൂടെ മീറ്റ് ചെയ്തു അല്ലേ, കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്തില്ലേ ഒരു പോയിന്റില്, ആ മീറ്റ് ചെയ്ത പോയിന്റിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ജനറലി പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും മിഡിലായിരിക്കും, അതായത് മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അതായത് സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും മിഡ് പോയിന്റിലായിരിക്കും എന്ത് വരിക, പ്രിൻസിപ്പൽ ഫോക്കസ് വരിക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ദിസ് ഇസ് എ കോൺകേവ് മിറർ. ഓക്കെ, എങ്ങനെയാണ്, എ ബീം ഓഫ് പാരലൽ റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും, converges and meet at a fixed point on the principal axis, and that fixed point is known as principal focus of a concave mirror. Clear? Okay, അങ്ങനെയാണെങ്കിൽ ഈ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, it is the distance from focus to the pole. Okay, ഫോക്കസ് മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്,
ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി ഇത് എന്തിന്റെ ഹാഫ് ആയിരിക്കും? റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കും. നോക്കിയേ, സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു? റേഡിയസ് ഓഫ് കർവേച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കോൺവെക്സ് മിററിന്റെ ഫോക്കസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. കോൺവെക്സ് മിററിന്റെ ഫോക്കസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്കൊരു കോൺവെക്സ് മിറർ വരയ്ക്കാം. ദിസ് ഇസ് എ കോൺവെക്സ് മിറർ. പ്രിൻസിപ്പൽ ആക്സിസ്, പോൾ, then center of curvature. Okay അല്ലേ? Then ഇവിടെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A beam of parallel rays parallel to the principal axis after reflection appears to be diverges from a fixed point on the principal axis, and that fixed point is known as principal focus of a convex mirror. എങ്ങനെ പറയാം? A beam of parallel rays, ഇതൊരു beam of parallel rays അല്ലേ? A beam of parallel rays parallel to the principal axis after reflection appears to be diverges. Diverge ചെയ്താണ് പോകുക, പക്ഷേ it appears to be diverges from എന്ത് ചെയ്യും നോക്കി. ഇതിനെ നമുക്ക് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇതും കൂടെ വരച്ചിട്ട് okay. So it actually it's diverging, right? Okay, but it appears to be diverges. ഇതിനെ ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ they will meet at a certain point. Okay, so ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മിററിന്റെ പുറകിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്യണം. So when they are extended backward, they will meet at a certain point. Okay, they will meet at a certain point. Okay, ഇവിടെ നമുക്ക് ഒരു പോയിന്റ് മീറ്റ് ചെയ്തില്ലേ? And that point is known as what is it? Principal focus of a convex mirror. Clear ആണോ പറഞ്ഞത്? So a beam of parallel rays parallel to the principal axis after reflection appears to be diverges. കണ്ടോ, എല്ലാം ഡൈവേർജ് ചെയ്യുന്നത് എവിടെന്നാ? Appears to be diverges from a fixed point on the principal axis, and that fixed point is known as principal focus of a convex mirror. Clear ആണോ പറഞ്ഞത്? ഓക്കെ, ഇതാണ് ഫോക്കൽ. ഇനി ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? ഇതിന്റെ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ ആയിരിക്കും എന്ന് വിളിക്കുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് നമ്മൾ ജനറലി പറയുന്നത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഓഫ് ഇവിടെ നിന്ന് ഇവിടെ വരെയാണ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വിളിക്കുന്നത് ഫോക്കൽ ലെങ്ത്. എന്താണ് ഫോക്കസും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിരുന്നു? സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫോക്കസ് ഹാഫിനാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തിന്റെ ഹാഫ് ആയിരിക്കും? റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ half, that is r divided by 2. Okay, so focal length എന്ന് പറയുന്നത് half of radius of curvature. So ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത് ആ പോർഷനിൽ. സോ പോൾ എന്താണെന്ന് കണ്ടു, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് കണ്ടു, രണ്ടുപേരുടെയും സെപ്പറേറ്റ്ലി ഡിഫൈൻ ചെയ്തു. ദെൻ ഫോക്കൽ ലെങ്ത് രണ്ടുപേരുടെയും പറഞ്ഞു. ദെൻ ഫോക്കൽ ലെങ്ത് എന്തിന്റെ ഹാഫ് ആണ്? റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം പോവാം. ഓക്കെ, റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം. ഈ റൂൾസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, കാരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ റൂൾസ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് റേ ഡയഗ്രാം ഒന്നും വരയ്ക്കാൻ പറ്റില്ല. കാരണം മിറേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമുക്ക് റേ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പൊസിഷനിൽ, കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും ഓരോ പൊസിഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ പറയുന്നത് റേ ഡയഗ്രാം ഉപയോഗിച്ചാണ്. അപ്പം ഈ റൂൾസ് അറിയില്ലെങ്കിൽ നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല. നമ്മളിവിടെ 4 റൂളാണ് മിറേഴ്സിൽ പഠിക്കാനുള്ളത് റേ ഡയഗ്രത്തിന് വേണ്ടി. ഈ 4 റൂൾസ് ബേസ് ചെയ്തിട്ടുള്ള റേസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. നമ്മളല്ലാണ്ട് തോന്നിയ മാതിരി ഏതിലേലും ഒക്കെ ഒരു റേ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് കറക്റ്റ് പൊസിഷൻ ആണെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ റൂൾസ് കൃത്യമായിട്ട് പഠിക്കുക, കോൺകേവിനും കോൺവെക്സിനും. 4 റൂൾസ് 2 പേർക്കും സെപ്പറേറ്റ്ലി ഉണ്ട്. അപ്പം ഞാൻ ഒരുമിച്ച് ഒരു സെയിം റൂള് 2 പേർക്കും എങ്ങനെ വരുന്നു എന്നുള്ള ബേസ് ചെയ്ത് നമുക്ക് ഈ റൂൾ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് റൂൾ ഇതാണ്, റൂൾ നമ്പർ 1. ഓക്കെ, കോൺകേവ് മിറർ. ഓക്കെ, അപ്പം റൂൾസ് പറയാൻ വേണ്ടി നമ്മൾ 2 ഡയഗ്രാം വരച്ചു. ഇത് കോൺകേവ്, അത് കോൺവെക്സ്, അറിയാലോ. ഓക്കെ, കോൺകേവ് മിററിൽ ഫസ്റ്റ് റൂൾ. ഓക്കെ, ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത്? ഓക്കെ, നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മാർക്ക് ചെയ്തു. പോൾ മാർക്ക് ചെയ്തു, സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു, ഫോക്കസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് റൂൾ പറയുന്നത് എ റേ വിച്ച് ഈസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു റേ വരുവാണെങ്കിൽ, ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ഇതിലെ പാസ് ചെയ്യണം? ഫോക്കസ്. ഓക്കെ, ഇതിലൂടെ പാസ് ചെയ്യണം, ഫോക്കസിലൂടെ പാസ് ചെയ്യണം. സോ എന്താണ് ഫസ്റ്റ് റൂള്? ഫോർ എ കോൺകേവ് മിറർ a ray which is passing parallel to the principal axis after reflection must passes through focus. Clear അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺവെക്സിന്റെ കേസിൽ എന്ത് വരും?
കോൺവെക്സിന്റെ കേസിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു, ഫോക്കസ് ഒക്കെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് കൺവേർജ് ചെയ്യില്ലല്ലോ, ഡൈവേർജ് അല്ലേ ചെയ്യുന്നത്. നോക്കാം. എ റേ വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഒരു പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടാണ് ഒരു റേ വരുന്നതെങ്കിൽ ആ റേ എന്ത് ചെയ്യണം? appears to be diverges from focus. ഓക്കെ, ഇത് ഡൈവേർജ് ചെയ്ത് പോകണം. പക്ഷേ എവിടെ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും? ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് വരയ്ക്കുന്നത് ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ദിസ് ഇസ് ദ ഫസ്റ്റ് റൂൾ. അല്ലെങ്കിൽ സെക്കൻഡ് റൂൾ പറയുന്നത് എ റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യണം? which passes parallel to the principal axis. നോക്കിക്കോ, in the case of a concave mirror, a ray which is passing through focus, ഒരു റേ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ it must passes parallel to the principal axis. എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഒരു റേ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, നോക്കിയേ, ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ passes parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടായിരിക്കണം മൂവ് ചെയ്യണേ ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ. ഇനി കോൺവെക്സ് ആണെങ്കിലോ, കോൺവെക്സിൽ നമുക്ക് ഫോക്കസിലൂടെ പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എ റേ വിച്ച് അപ്പിയേഴ്സ് ടു ബി പാസസ് ത്രൂ ഫോക്കസ്, ഒരു റേ ഫോക്കസിലൂടെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അപ്പിയേഴ്സ് ടു ബി പാസസ് ത്രൂ ഫോക്കസ്, ഫോക്കസിലൂടെ പോകാനായിരുന്നു ചാൻസ് എങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ഇറ്റ് പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. നോക്കി, ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് എന്തിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യണം? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പൊ സെക്കൻഡ് റൂൾ പറയുന്നത് എന്താണ്? എ റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്താ പറയുന്നത്? എ റേ വിച്ച് അപ്പിയേഴ്സ് ടു ബി പാസസ് ത്രൂ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എ റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ, എ റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ traces back along the same path. എന്ത് ചെയ്യത്? തിരിച്ചതേ പാത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് ഒരു റേ പോകുന്നതെങ്കിൽ എ റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് ഈ റേ പാസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യും? വിച്ച് ട്രേസസ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്, അതേ പാത്തിലൂടെ തിരിച്ചു പോകും. A ray which is passing through the center of curvature after reflection traces back along the same path in the case of a concave mirror and convex mirror എന്തായിരിക്കും? A ray which appears to be passes through center of curvature, ഒരു ray which appears to be passes through center of curvature after reflection traces back along the same path. ഓക്കെ, അപ്പൊ ഇത് ഈസി അല്ലേ? അതായത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് ഒരു റേ വരുന്നതെങ്കിൽ ആ റേ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തതിനു ശേഷം അതേ പാത്തിലൂടെ തിരിച്ചു പോകും രണ്ടിന്റെ കേസിലും. ഓക്കെ, ഇവിടെ അപ്പിയേഴ്സ് ആണ്, ഇവിടെ ആക്ച്വലി പാസസ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ. കോൺകേവില് ആക്ച്വലി പാസസ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ ആണ് ആൻഡ് കോൺവെക്സിന്റെ കേസിൽ അപ്പിയേഴ്സ് ടു ബി പാസസ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ. ഇത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, നൗ ദ ഫോർത്ത് റൂൾ. ഓക്കെ, ഫോർത്ത് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ റേ which falls on the pole of a mirror, okay, a ray which falls on the pole of a mirror after reflection reflects with the same angle of incidence. അതായത് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമൽ ഇതാണ് അല്ലേ? അതായത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇതിന്റെ നോർമൽ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മേക്ക് ചെയ്യുന്നുണ്ടോ അത്രയും ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിൾ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് നമ്മൾ റൂൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന റൂൾ ഫോർ റിഫ്ലക്ഷൻ ആണ്. എല്ലാ കേസിലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇവിടെ പോളിലാണ് വീഴുന്നതെങ്കിൽ എത്ര ആംഗിൾ ആണോ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത് സെയിം ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റഡ് റേയും എന്തായിട്ട് മേക്ക് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻ ബോത്ത് ദ കേസസ്. ഈ കേസിൽ അത് തന്നെയാണ്. എ റേ വിച്ച് ഫോൾസ് ഓൺ ദ പോൾ ഓഫ് എ മിറർ reflects with the same angle of incidence. Okay, എത്ര ആംഗിൾ ആണോ ഉണ്ടാക്കുന്നത് അതേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എന്ത് ചെയ്യണം? റിഫ്ലക്റ്റഡ് റേയും പോകണം. സോ ദിസ് ആംഗിൾ will be equal with the principal axis. അതായത് ഇൻസിഡന്റ് റേ, what will be the angle made by the incident ray with the principal axis will be equal to the angle made by the reflected ray with the principal axis. Okay, so when the ray falls on the pole of a mirror, these are the four rules which can be used for drawing ray diagrams. അപ്പോൾ ഇനി നമ്മളപ്പോൾ റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ ഈ 4 റൂൾസ് ഉപയോഗിച്ച് ഈ 4 റേസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ മിനിമം 2 റേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് ഫോർമേഷൻ പോസിബിൾ ആണ്. അപ്പം ദ നമ്പർ ഓഫ് റേസ് റിക്വയർഡ് ഫോർ എ ഇമേജ് ടു ബി ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം മിനിമം 2 റേസ് ആർ റിക്വയർഡ് ഫോർ ക്രിയേറ്റ് ആൻ ഇമേജ്. ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം?
ടു റേസ് വേണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് കാണാം. അപ്പം എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തീർച്ചയായും എന്ത് ചെയ്യുക, നോട്ട്സ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, മൈസെൽഫ് ജോബി. ടേക്ക് കെയർ.